നമസ്കാരം. വീണ്ടും വീട്ടമ്മാസിലേക്ക്. ഇന്ന് വീട്ടമ്മാസിൻ്റെ എപ്പിസോഡിൽ നമ്മൾ വളരെ എളുപ്പത്തിൽ വളരെ കുറച്ച് ചേരുവകൾ വെച്ചിട്ട് ഒരു ഉഴുന്നുപൊടി, ഇത് മിക്ക വീടുകളിലും നമ്മൾ ഉണ്ടാക്കാറുണ്ട്. പല വീടുകളിലും പലരും പല തരത്തിലുള്ള ഇൻഗ്രീഡിയൻസാണ് ഇതിന് ചേർക്കുന്നത്. ഇതിപ്പോൾ വളരെ സിമ്പിളായിട്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉഴുന്നുപൊടി, ഇഡ്ഡലിക്കും ദോശയ്ക്കും അപ്പത്തിനും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഉഴുന്നുപൊടിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ: ഉഴുന്ന് ഒരു 3/4 കപ്പ് എടുത്തിട്ടുണ്ട്. വറ്റൽമുളക്, ഒരു പിരിയൻ മുളകാണ്, വലിയ എരിവില്ലാത്ത മുളകാണ്, അതൊരു 10-12 എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവിൻ്റെ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് എത്ര എരിവ് വേണോ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് മുളക് എടുക്കാം. പിന്നെ ഉപ്പ്, കായം ഏകദേശം 1 ടീസ്പൂണോളം കായമുണ്ട്, ഉപ്പ് പാകത്തിന്. അപ്പോൾ ഒരു ചീനച്ചട്ടിയിലോട്ട് നമുക്ക് കഴുകി വൃത്തിയാക്കി ഉള്ളി പറക്കിയ കല്ലോ കട്ടയൊക്കെ ഉണ്ടാക്കി എടുത്തൊക്കെ മാറ്റി വൃത്തിയാക്കി ഉണക്കി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഉഴുന്ന്, അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് ഉണക്കി വെച്ചിരിക്കുന്ന വറ്റൽമുളക്. അപ്പോൾ ഉഴുന്നും മുളകും കഴുകിയിട്ട് ഉണക്കിയതാണ്. അപ്പോൾ ഇത് നമ്മളൊരു ചീനച്ചട്ടിയിലിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. ഉഴുന്നൊന്ന് മൂക്കുന്ന ഒരു മണമുണ്ട്, നല്ലൊരു മണം. ആ ഒരു മണം ജസ്റ്റ് ഒന്ന് നിറം മാറി ഒന്ന് ചുമന്ന് വരുന്ന ആ ഒരു പരുവം. അപ്പോൾ അതാണ് നമ്മുടെ പരുവം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഉഴുന്നും മുളകും ഒക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് പരലുപ്പ് വേണമെങ്കിൽ പരലുപ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ എൻ്റെ ഇപ്പോൾ പൊടിയുപ്പ് ആണ് ഞാൻ ഇടുന്നത്. അതുപോലെ തന്നെ കട്ടക്കായമാണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. അത് ജസ്റ്റ് കുറച്ച് ഒരു തുള്ളി എണ്ണ ഒഴിച്ചിട്ട് കായത്തിൻ്റെ കഷ്ണം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതൊന്നിങ്ങനെ പൊങ്ങി വരും. അപ്പോൾ അത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുത്ത് പൊടിക്കുന്ന കൂട്ടത്തിലിട്ടങ്ങ് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് ഇട്ട് ചൂടാക്കി കൊടുക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ കായപ്പൊടിയും ഞാനിപ്പോൾ തന്നെ അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. തീ ഏകദേശം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ആ ഒരു ചീനച്ചട്ടിയിൽ അടുപ്പിലിരിക്കുന്ന ആ ഒരു ചൂടുണ്ടല്ലോ, അത് നമ്മൾ അങ്ങനെ വെച്ചിട്ട് പോയാൽ ഉഴുന്നെല്ലാം കൂടി കരിഞ്ഞു പോവും. അപ്പോൾ കരിയാതിരിക്കാൻ വേണ്ടിയിട്ട് തീ ഓഫ് ചെയ്തിട്ടും കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് തണുക്കാനായിട്ട് നമുക്ക് വയ്ക്കാം. അപ്പോൾ തണുക്കുന്ന ആ സമയം കൊണ്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് തണുത്തിട്ടുണ്ട്. ഇത് നമ്മൾ മിക്സിയുടെ പൊടിക്കുന്ന ജാറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. വറ്റൽമുളകും ഉഴുന്നും അതിൽ കൂടെ തന്നെ ഉപ്പും കായൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ പൊടിച്ചെടുത്തു. പൊടിക്കുമ്പോഴത്തേക്ക് ഈ ഒരു ടെക്സ്ചറിൽ വേണം പൊടിച്ചെടുക്കാൻ. ഒരുപാട് തരി ഉണ്ടായാൽ നമ്മളിങ്ങനെ ചവയ്ക്കുമ്പോഴത്തേക്ക് ഒരു ബുദ്ധിമുട്ടായിരിക്കും. ഫൈൻ പൗഡറായി പോയാലും ഒരു ടേസ്റ്റ് ഇല്ലാതെ പോവും. അപ്പോൾ ആ ഒരു ഇതിൽ അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് കയ്യിലെടുത്ത് കാണിച്ചു തരാം. ഒരുപാട് തരി ഉണ്ടോ എന്നാൽ തരിയില്ല, പക്ഷേ എന്നാൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ പൊടിഞ്ഞിട്ടുണ്ട്, പക്ഷേ എന്നാൽ ചെറിയ തടിയുണ്ട്, ആ ഒരു പരുവത്തിൽ. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയിൽ ചാലിച്ച് ദോശയുടെ കൂടെയും ഇഡ്ഡലിയുടെ കൂടെയൊക്കെ കഴിക്കാം. അപ്പോൾ താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്.